Bismillahirrahmanirrahim. Assalamu alaikum warahmatullahi wabarakatuh. മുഹമ്മദ് ബിൻ തുഗ്ലക് അദ്ദേഹത്തിൻ്റെ ഭരണം, പരിഷ്കാരങ്ങൾ, ചരിത്ര വസ്തുതകൾ എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. തുഗ്ലക് ഡൈനാസ്റ്റിയിലെ രണ്ടാമത്തെ ഭരണകർത്താവാണ് അദ്ദേഹം. 1325 മുതൽ 1351 വരെയുള്ള കാലഘട്ടമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം. അതിൽ 26 വർഷമാണ് അദ്ദേഹം ഭരിച്ചത്. ഈ 26 വർഷവും മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ, സംഘർഷഭരിതമായ വർഷങ്ങളും കൂടിയായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് തന്നെ കണ്ട ഏറ്റവും വലിയ പരിഷ്കർത്താക്കളിൽ ഒരാളായ ഭരണകർത്താവായി തന്നെ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങളുടെ പേരിലാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരു 14-ാം നൂറ്റാണ്ടിലെ ഒരു ഭരണകർത്താവ് അന്നത്തെ ജനതയ്ക്ക് ആവശ്യമായ തരത്തിലുള്ള നിരവധി ഭരണപരിഷ്കാരങ്ങൾ നടത്താനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ തന്നെ ആധുനികരായ പല പണ്ഡിതന്മാരും വിലയിരുത്തുന്നത് അത് ആ ഒരു കാലഘട്ടത്തിന് അതീതമായി അദ്ദേഹത്തിന് ചിന്തിക്കാൻ കഴിഞ്ഞു എന്ന ഒരു പേരിലാണ്. നമ്മൾ ഇവിടെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേരുകൾ, ഒന്ന് ഇബ്നു ബത്തൂത്തയുടെ പേരാണ്, മറ്റൊന്ന് അബ്ദുൽ മലിക് ഇസാമി എന്ന് പറയുന്ന മറ്റൊരു ചരിത്രകാരൻ്റെ പേരാണ്, മൂന്നാമത് സിയാവുദ്ദീൻ ബാറാനിയുടെയും പേരാണ്. ഈ 3 പേരും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. ഈ 3 പേരും വ്യത്യസ്ത രീതികളിലാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതിൽ ഇബ്നു ബത്തൂത്തയെ അദ്ദേഹത്തിൻ്റെ ചില നയനിലപാടുകളും ഇബ്നു ബത്തൂത്തയും മുഹമ്മദ് ബിൻ തുഗ്ലക്കുമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കാരണം, അല്ലെങ്കിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനോടുള്ള ഇബ്നു ബത്തൂത്തയുടെ ചില ദേഷ്യങ്ങളും മുഹമ്മദ് തുഗ്ലക്ക് ഇബ്നു ബത്തൂത്തയോട് കാണിച്ച ചില സമീപനങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഇബ്നു ബത്തൂത്ത സ്വന്തമായ ചില നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇന്ത്യയെക്കുറിച്ച് എഴുതിയ പല രേഖകളും അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പോയതിന് ശേഷമാണ് രേഖപ്പെടുത്തിയതെന്ന് സി കെ കരീം അദ്ദേഹത്തിൻ്റെ ബത്തൂത്തയുടെ കള്ളക്കഥകളെന്ന് പറയുന്ന ആ ഭാഗത്ത് ഒരു പരാമർശം നടത്തുന്നുണ്ട്. അത് നമുക്ക് വിശദമായി തന്നെ സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. രണ്ടാമത്തെ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നേരിട്ട് രേഖപ്പെടുത്തിയത് അബ്ദുൽ മലിക് ഇസാമി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ഒരു ചരിത്ര പണ്ഡിതനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണകാലഘട്ടത്തിൽ നടന്ന പരിഷ്കാരങ്ങളുടെ ഫലമായി ഇദ്ദേഹത്തിന് ആ ഭാഗത്തു നിന്ന് മാറേണ്ടി വരികയും ബഹ്മനി സൽത്തനത്തിൻ്റെ, അന്ന് തെക്കൻ ഇന്ത്യൻ ഭാഗത്തുണ്ടായിരുന്ന ബഹ്മനി സൽത്തനത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലേക്ക് വരികയും അലാവുദ്ദീൻ ബഹ്മൻ ഷായുടെ പ്രധാനപ്പെട്ട ഒരു കയ്യാളായി മാറുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇദ്ദേഹം മുഹമ്മദ് ബിൻ തുഗ്ലക്കിനോട് നേരെ എതിരായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ചിത്രീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആ ഒരു സമീപനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതാണ് അബ്ദുൽ മലിക് ഇസാമിയുടെ ഒരു സംഭവം. മൂന്നാമത് ഒരു പക്ഷേ താരിഖ് ഫിറോഷാഹി എന്ന് പറയുന്ന തുഗ്ലക്ക് ഡൈനാസ്റ്റിയുടെ തന്നെ ഏറ്റവും സുപ്രധാനമായ ഒരു ചരിത്രഗ്രന്ഥ നിലയിൽ കാണുന്നതാണ് സിയാവുദ്ദീൻ ബാറാനിയുടെ ആ ചരിത്രഗ്രന്ഥം. ആ ഒരു ചരിത്രഗ്രന്ഥത്തിൽ ഏറെക്കുറെയൊക്കെ ഒരു റിയലിസ്റ്റിക്കായ, ഒരു കുഴപ്പമില്ലാത്ത തരത്തിലുള്ള ഒരു വിശകലന രീതിയാണ് മുഹമ്മദ് തുഗ്ലക്കിനെ കുറിച്ചും ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ചും സിയാവുദ്ദീൻ ബാറാനി അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇങ്ങനെ ഈ 3 പ്രധാനപ്പെട്ട രേഖകളിലൂടെയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ചരിത്രത്തെ പിന്നീട് ആൾക്കാർ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്.
ഇതിൻ്റെ ഫലമായിട്ടാണ് ധാരാളം ഓറിയൻ്റലിസ്റ്റുകൾ, ഇൻഡോളജിസ്റ്റുകളായ ഇന്ത്യയെക്കുറിച്ചും ഏർലി ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ചും സൽത്തനത്തുകളെക്കുറിച്ചും പഠിച്ച നിരവധി ഓറിയൻ്റലിസ്റ്റുകൾ ഈ രചനകളിൽ നിന്ന് ആവേശം അല്ലെങ്കിൽ റിസോഴ്സ് ഉൾക്കൊണ്ടുകൊണ്ട് മുഹമ്മദ് തുഗ്ലക്കിനെ ആ ഒരു രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി. ഇതിൽ ഈ ചരിത്രകാരന്മാർ, പ്രത്യേകിച്ച് ഇസാമി, അബ്ദുൽ മലിക് ഇസാമിയും അതുപോലെ തന്നെ സിയാവുദ്ദീൻ ബാറാനിയുടെ ചില ഭാഗങ്ങളിലുമെല്ലാം ഇദ്ദേഹത്തിൻ്റെ തീവ്രമായ പരിഷ്കരണ പ്രവർത്തനങ്ങളും അതിൻ്റെ വളരെ മോശമായ പരിണിത ഫലങ്ങളെയും വെച്ചുകൊണ്ട് ചില ആൾക്കാർ അതായത് പഗല തുർക്ക് എന്ന രീതിയിൽ ഭ്രാന്തനായ തുർക്കി ഭരണകർത്താവ് എന്ന തലത്തിലുള്ള ഒരു പദപ്രയോഗവും പിന്നീട് ഉപയോഗിച്ചതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. എന്ന് മാത്രമല്ല, പിന്നീട് ഡോക്ടർ വിൻസെൻ്റ് സ്മിത്ത് അടക്കമുള്ള ചരിത്രകാരന്മാർ ഹി റൂൾഡ് ഫോർ 25 ഇയേഴ്സ് ഓഫ് ടിറനി, അതായത് ഇദ്ദേഹം ഏകാധിപത്യത്തിൻ്റെ 25 വർഷം ഭരിച്ചു എന്ന തലത്തിലും അതുപോലെ തന്നെ ഒരു മനുഷ്യനും അതുവരെ സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ആട്രോസിറ്റീസും ക്രൂരതകളുമാണ് ഇദ്ദേഹം അന്ന് ചെയ്തത് എന്ന തരത്തിലുള്ള ഒരു വിശദീകരണമാണ് ഡോക്ടർ വിൻസെൻ്റ് സ്മിത്ത് ഇബ്നു ബത്തൂത്തയുടെയൊക്കെ രചനകൾ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത്. ഇതാണ് ഒരു പ്രശ്നം. അതേസമയം തന്നെ നമ്മൾ ഇബ്നു ബത്തൂത്തയുടെ തന്നെ രചനകൾ വായിക്കുമ്പോൾ ആ ഇബ്നു ബത്തൂത്തയുടെ രചനകളെക്കുറിച്ച് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിശദമായി പഠിപ്പിച്ചത് കരീം മാഷ് തന്നെയാണ്. അതിൽ ഇബ്നു ബത്തൂത്ത കൈക്കൊള്ളുന്ന വളരെ പാരഡിയുള്ള, അതായത് ഐറണി നിറഞ്ഞ ഒരു ചരിത്രവും അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇബ്നു ബത്തൂത്ത മുഹമ്മദ് തുഗ്ലക്കിനെ കുറിച്ച് വിനയം, നീതിപാലനം, സത്യസന്ധ, അതുപോലെ തന്നെ ഒരു സ്വജനപക്ഷപാതിത്വമില്ലാത്ത ഒരു ഭരണകർത്താവ്, നീതി നടപ്പിലാക്കുന്നതിൽ ഒരു കാരുണ്യം കാണിക്കാത്ത ആൾ എന്ന തരത്തിലുള്ള നിരവധി ഉദാഹരണങ്ങൾ ഇബ്നു ബത്തൂത്ത വിശദീകരിക്കുന്നുണ്ട്. അതേ ഇബ്നു ബത്തൂത്ത തന്നെയാണ് മറ്റുള്ള ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അതിക്രമത്തെക്കുറിച്ചും ക്രൂരതയെക്കുറിച്ചും അതുപോലെ തന്നെ ഭരണം നടപ്പിലാക്കുവാൻ വേണ്ടി ഒരുപാട് ടാക്സ് ചെലുത്തുന്നതിനെക്കുറിച്ചും ഇദ്ദേഹത്തിനെതിരെ ശബ്ദമുയർത്തുന്ന സൂഫികളായ അല്ലെങ്കിൽ പണ്ഡിതന്മാരായ ഭരണകർത്താക്കളുടെ ആൾക്കാരായ അല്ലെങ്കിൽ സ്വന്തം ഫാമിലി തന്നെ ആൾക്കാരെ വധിക്കുന്നതും ഉപദ്രവിക്കുന്നതുമെല്ലാം വിശദീകരണം ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്. അതേ ഇബ്നു ബത്തൂത്തയാണ് മറ്റൊരു ഭാഗത്ത് നോൺ മുസ്ലിം സമൂഹത്തോട്, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തോട് വളരെ സ്വതന്ത്രനായി പെരുമാറുന്ന, അവരുടെ നീതി നടപ്പിലാക്കുവാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുന്ന ഒരാളെന്ന നിലയിലും വിവിധ ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഈ തരത്തിലുള്ള ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അടങ്ങുന്ന ഒരു സമാഹാരമാണ് ഇബ്നു ബത്തൂത്തയുടെ ഇർഹിലയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ സംശയത്തോടു കൂടിയിട്ടാണ് പിന്നീടുള്ള പണ്ഡിതന്മാർ, സി എ കരീം അടക്കമുള്ള പണ്ഡിതന്മാർ, ചരിത്ര പണ്ഡിതന്മാർ ആ രചനയെ കണ്ടിട്ടുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് ഉദാഹരണം പറയുന്നുണ്ട്. സ്വന്തം സഹോദരൻ മസൂദ് ഖാൻ എന്ന് പറയുന്ന സഹോദരനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് വധിച്ചു കളയുകയും ഈ മസൂദിൻ്റെ മറ്റൊരു ഉമ്മയെ വ്യഭിചാര കേസിൽ കുറ്റപ്പെടുത്തി പബ്ലിക്കായി കല്ലെറിഞ്ഞു കൊന്നു എന്നൊക്കെ പറയുന്നുള്ള വിശദീകരണമൊക്കെയാണ് ഇദ്ദേഹം ഇബ്നു ബത്തൂത്ത അദ്ദേഹത്തിൻ്റെ രഹിലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഇബ്നു ബത്തൂത്ത മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാഴ്ചപ്പാടുകളെ, അതായത് സ്വഭാവത്തെ രണ്ട് തരത്തിലാണ് വിശദീകരിക്കുന്നത്. ഒരേ സമയം തന്നെ വലിയ പണ്ഡിതന്മാരെ, സൂഫികളെ അല്ലെങ്കിൽ വലിയ ഷേഖന്മാരെ, ഈ സൂഫികളെന്ന് പറയുന്നത് അന്നത്തെ ഒരുപക്ഷേ അവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാരെയാണ് പിന്നീട് ഇദ്ദേഹം സൂഫികളെന്നും ബാക്കിയുള്ള ചരിത്ര പണ്ഡിതന്മാരൊക്കെ ആ പേരിട്ട് വിളിക്കുന്നത്. അവരിലേക്ക് ഷേഖ് ഷിഹാബുദ്ദീൻ അടക്കമുള്ള വലിയ പണ്ഡിതന്മാരെ അനുസരിക്കാത്തതിൻ്റെ പേരിൽ നിരവധി തവണ ജയിലിലിടുകയും അങ്ങനെ അവരെ വധിച്ചു കളയുകയും ചെയ്യുന്നതൊക്കെ ചില സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെയും ചില പണ്ഡിതന്മാരെ, ചില അദ്ദേഹത്തിനോട് എതിർക്കുന്ന ആൾക്കാരെ അവരെ വധിച്ചു കളയുകയും അവരെ വെട്ടിനുറുക്കി മാംസമാക്കി അവരുടെ അത് വേവിച്ചിട്ട് അതിൻ്റെ കുടുംബക്കാരെ തന്നെ തീറ്റിച്ചു എന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ ഇബ്നു ബത്തൂത്ത രഹിലയിൽ പരാമർശിക്കുന്നതായി നമുക്ക് കാണാം. അപ്പോൾ ഇത്തരത്തിൽ വളരെ ക്രൂരനായ പൈശാചിക വൃത്തിയുടെ വളരെ ഡെവിൾ തന്നെ ആയ ഒരു സ്വഭാവം എന്ന നിലയിൽ തന്നെയാണ് ഇബ്നു ബത്തൂത്ത ഇദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്വഭാവം എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിഹത്യ നടത്തുവാൻ ഏറ്റവും നല്ല കൃതിയായി നമുക്കിപ്പോൾ കാണുവാൻ കഴിയുന്നത് ഇബ്നു ബത്തൂത്തയുടെ രചനകൾ തന്നെയാണ്.
അതിനെ പോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ അബ്ദുൽ മലിക് ഇസാമിയുടെ ചരിത്രരചനയും. ബഹ്മനി അലാവുദ്ദീൻ ബഹ്മൻ ഷായുടെ പിന്നണിയാളായി മാറിയ ഇദ്ദേഹം അബ്ദുൽ മലിക് ഇസാമി പിന്നീട് ഇദ്ദേഹത്തെ ഇബ്നു ബത്തൂത്ത എങ്ങനെയാണോ വിശദീകരിച്ചത് ആ ഒരു തരത്തിൽ തന്നെയും മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ വിശദീകരിക്കുന്ന ഒരു സ്വഭാവം നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഇബ്നു ബത്തൂത്ത തന്നെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ വിവിധ ഭാഗങ്ങൾ പറയുന്നുണ്ട്. അതായത് സാമൂഹിക വിരുദ്ധമായ അനീതി കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കും ഒരു തരത്തിലും ഞാൻ വിട്ടുവീഴ്ച ചെയ്യുകയില്ല എന്നാണ് ഒരു കാഴ്ചപ്പാടും ഇബ്നു ബത്തൂത്ത തന്നെ പരാമർശിക്കുന്നത് കാണുവാൻ കഴിയും. അതാണ് ഞാൻ നേരത്തെ പരാമർശിച്ചത്. ഒരേ സമയം തന്നെ വളരെ നീതിമാനായ ഒരു മനുഷ്യനായി ചിത്രീകരിക്കുന്നു, അതേസമയം തന്നെ ക്രൂരനും സ്വജനപക്ഷപാതിയും അതുപോലെ തന്നെ എല്ലാവരും ഉപദ്രവിക്കുന്ന ഒരു കാരുണ്യമില്ലാത്ത ഒരു ഭരണകർത്താവായും ഇബ്നു ബത്തൂത്ത ചിത്രീകരിക്കുന്നത് നമുക്ക് കാണാം. ഇതുകൊണ്ട് തന്നെയാണ് ഇബ്നു ബത്തൂത്തയുടെ ചരിത്ര രചനയെ കൂടുതൽ സംശയത്തോടുകൂടി കാണുന്നത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതുപോലെ തന്നെ ഇബ്നു ബത്തൂത്തയും അതുപോലെ ഇസാമിയും ബാറാനി അടക്കമുള്ള ചരിത്രകാരന്മാരുടെ നിരീക്ഷണ ഫലമായി ഇദ്ദേഹത്തെ വൈസസ്റ്റ് ഫൂൾ, വളരെ ബുദ്ധിമാനായ വിഡ്ഢി എന്ന തരത്തിലാണ് പിന്നീട് ആൾക്കാർ ഇദ്ദേഹത്തെ പേരിട്ട് വിളിക്കുവാൻ തുടങ്ങിയത്. അതായത് പകലാ തുർക്ക് എന്നാണ് പേർഷ്യൻ ആ ഭാഷകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മന്ദബുദ്ധിയായ അല്ലെങ്കിൽ ഭ്രാന്തനായ തുർക്കി ഭരണാധികാരി എന്നുള്ള അർത്ഥത്തിൽ. പക്ഷേ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ആ ഒരു കാലത്തുണ്ടായിരുന്ന ഭരണകർത്താക്കളിൽ ഏറ്റവും വലിയ പണ്ഡിതനായ, അദ്ദേഹത്തെ ഫിലോസഫറായ, ഒരു മാത്തമാറ്റിക്സ്, മെഡിസിൻ അടക്കമുള്ള വിവിധ സയൻസ് വിഷയങ്ങളിൽ തന്നെ അഗ്രഗണ്യനായ ഒരു ഭരണകർത്താവ് എന്ന നിലയിലാണ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയുന്നത്. അറബി, തുർക്കി, പേർഷ്യൻ അതുപോലെ തന്നെ സംസ്കൃത് അടക്കമുള്ള ഭാഷകളിൽ അദ്ദേഹത്തിന് വിൽപ്പത്തി ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരേ സമയം തന്നെ മൾട്ടി ടാലൻ്റായ ഒരു മനുഷ്യൻ എന്ന നിലയിലും വളരെ 26 വർഷം സംഘർഷഭരിതമായ ഡൽഹി കാലഘട്ടത്തിൽ, ഡൽഹി അതുപോലെ തന്നെ തെക്കൻ ഭാഗങ്ങളിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വ്യാപന ശ്രമം, ഇതെല്ലാം അത്രയും കാലഘട്ടം സംഘർഷഭരിതമായിട്ട് പോലും ആ ഒരു ഭരണകൂടത്തെ നിലനിർത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമം, അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു ഭരണകർത്താവ് എന്ന നിലയിലും ഒരു വാരിയർ എന്ന നിലയിലും ഇദ്ദേഹത്തെ ചരിത്ര പണ്ഡിതന്മാർ ചിത്രീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പരിശ്രമം അന്നത്തെ അദ്ദേഹത്തിന് കീഴിലുണ്ടായിരുന്ന രാഷ്ട്രത്തെ, രാജ്യ ഭരണകൂടത്തെ ഒരു മുഴുവൻ ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കാനുള്ള, അതുകൊണ്ടാണ് തെക്കൻ ഭാഗങ്ങളിലേക്കുമുള്ള വ്യാപന ശ്രമം അദ്ദേഹം നടത്തുന്നത്. ഇന്ത്യൻ സബ് കോണ്ടിനെ മുഴുവനും ഒരു സിംഗിൾ യൂണിറ്റ് എന്ന നിലയിൽ ഭരിക്കുവാനുള്ള അദ്ദേഹം ശ്രമം നടത്തിയെന്നും നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഏഷ്യയുടെ തന്നെ അദ്ദേഹം ഖുറാസാൻ അടക്കമുള്ള ചൈന, ഖുറാസാൻ, സിറിയ, ഇങ്ങനെ വിവിധ ഭാഗങ്ങളിലേക്കും നോർത്ത് ആഫ്രിക്കയിലുള്ള മിസിർ ഭാഗങ്ങളിലേക്കുമെല്ലാം അദ്ദേഹത്തിൻ്റെ അംബാസഡേഴ്സിനെ അയക്കുകയും ഒരു ഏഷ്യയുടെ തന്നെ ലീഡറായി മാറാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയതായും സാകേന്ദ്ര കുമാർ മിശ്ര അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ, മിറ്റി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് അദ്ദേഹം, ചരിത്ര വിഭാഗം പണ്ഡിതനാണ് അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പഠനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിറിയയിലെയും പേർഷ്യയിലെയും ചൈനയിലെയും ഡിപ്ലോമാറ്റുകളെയും സന്ദേശവാഹകരെയും തങ്ങളുടെ, അതായത് അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ആ ഭാഗങ്ങളിലൂടെ നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിച്ച ഒരു വലിയ ഡിപ്ലോമാറ്റായും അദ്ദേഹം മാറിയതായും നമുക്ക് ചരിത്രത്തിൽ കാണാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു തുഗ്ലക് ഭരണകൂടത്തിൻ്റെ, പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഭരണകാലത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഏതെങ്കിലും ഒരു റേസ് അല്ലെങ്കിൽ ഒരു നൊബിലിറ്റി, ഒരു എലൈറ്റ് ക്ലബിന് മാത്രം സ്ഥാനം നൽകുന്ന ഭരണരീതി ആയിരുന്നില്ല അദ്ദേഹം നടത്തിയത്. കാരണം ഈ തുർക്കി വംശജരായി മുമ്പ് വന്ന ഖിൽജികളാവട്ടെ, അതിനു മുമ്പ് വന്ന മംലൂക്ക് ഡൈനാസ്റ്റികളാവട്ടെ, ഇവരുടെ എല്ലാം ഒരു തുർക്കിക് ഭരണ ഒരു കേന്ദ്രീകൃത രീതികളായിരുന്നു. അവരുടെ ഭരണ മേഖലകളിലെല്ലാം തുർക്കിക് വംശജരായ ആൾക്കാരെ നിയമിക്കുന്ന ഒരു സമീപനമുണ്ടായിരുന്നു. എന്നാൽ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എല്ലാവരിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ചില അദ്ദേഹത്തിൻ്റെ ചില വിശദീകരണം പറയപ്പെടുന്നത്, ഭരണത്തിൽ ഹിന്ദുക്കളായ വിവിധ ആൾക്കാരെയും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തേക്കും മിലിറ്ററി ജനറൽ സ്ഥാനത്തേക്ക് പോലും അദ്ദേഹം നിയമിച്ചതായും ചില ചരിത്ര സംഭവങ്ങൾ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമീപനമാണ് അദ്ദേഹം അതിൽ സ്വീകരിച്ചത്. ഒരു തുർക്കി റേസ് എന്നതിനേക്കാളും ഉപരി
അതിനേക്കാളും ആ ഒരു സ്ഥാനത്തേക്ക് അർഹരായ ആൾക്കാരെ വിവിധ ജനസമൂഹങ്ങളിൽ നിന്ന് അദ്ദേഹം നിയമിച്ചതായി നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു രീതി, ആൾക്കാരുടെ എലൈറ്റ് അല്ലെങ്കിൽ നോബിൾ എന്ന് പറയുന്ന ഭാഗം എന്ന ഒരു ചിന്തയ്ക്കപ്പുറം താഴേക്കിടയിലുള്ള സ്ഥാനത്തിൽ നിന്ന് അർഹരായ ആൾക്കാരെ അധികാര സ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഡൽഹി സൽത്തനത്തുകളുടെയും അല്ലെങ്കിൽ ആദ്യകാല മുസ്ലിം സൽത്തനത്തുകളുടെ ഒരു പ്രത്യേകത, ഇവർ മുസ്ലിങ്ങളും ഇവർ ഒരു റേസിൻ്റെ ഭാഗവും കൂടി ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ ഏറ്റവും സുഭദ്രമായ സുന്ദരമായ ഒരു ഭരണകർത്താവും വിവിധ ഗവർണർമാരുള്ള ബന്ധം നിലനിർത്തുവാൻ വേണ്ടി അവർക്ക് പരിചയമുള്ള ആൾക്കാരെ, അവർക്ക് നേരത്തെ തന്നെ അവരുടെ കൂടെ അനുഭവ പരിചയമുള്ള ആൾക്കാരെ നിയമിക്കുന്ന ഒരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇദ്ദേഹം അവിടെയുള്ള ആൾക്കാർ തന്നെ ഇന്ത്യയിൽ പിന്നീട് അന്നത്തെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ തുഗ്ലക്കാബാദ് ആ ഭാഗത്തെയും അതുപോലെ തന്നെ ദൗലത്താബാദ് എന്ന് പറയുന്ന വിശാലമായ ഭാഗത്തെയും ദയോബ് എന്നറിയപ്പെടുന്ന ഗംഗാ യമുന ഭാഗത്തുള്ള ആൾക്കാരെയും കഴിവുള്ള ആൾക്കാരെ അദ്ദേഹം അധികാരത്തിലേക്ക് നിയമിച്ചതായും നമുക്ക് ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഈ സ്ഥാനമാനങ്ങൾക്കപ്പുറം കഴിവിന് പ്രാധാന്യം നൽകുന്ന ഒരു ഭരണകർത്താവായിട്ടാണ് ചരിത്രത്തിൽ അദ്ദേഹത്തെ കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു മുസ്ലിം ഒരു ചിത്രം നൽകുക എന്നതിനേക്കാളും അപ്പുറം ഇന്ന് സെക്യുലർ എന്നുള്ള പദപ്രയോഗമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതായത് അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഹിന്ദു സമൂഹത്തിലെ തന്നെ ആൾക്കാരെയും അവരോട് വളരെ സുതാര്യമായ സമീപനം സ്വീകരിക്കുന്ന ഒരു ഭരണകർത്താവായും ഇദ്ദേഹത്തെ ഇബ്നു ബത്തൂത്തയും അതുപോലെ തന്നെ ബാറാനി അടക്കമുള്ള ആൾക്കാരും വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഹിന്ദു സമൂഹത്തിനോട് വളരെ സുന്ദരമായ, വളരെ എളുപ്പമുള്ള സുതാര്യമായ സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. കാരണം താരിഖ് ഫിറോസ് ഷാഹി എന്ന് പറയുന്ന രചനയിൽ ഫിറോസ് ഷാ, ഇദ്ദേഹത്തിൻ്റെ സഹോദരനായ കസിനായിരുന്ന ഫിറോസ് ഷായാണല്ലോ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം 1351 അധികാരത്തിലേറുന്നത്. ഫിറോസ് ഷാ കൂടുതൽ ഒരു ഭരണകൂടത്തിനെ ഒരു ശരീഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ അവരുടെ ഒരു ട്രൈബൽ അവിടുത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ചിട്ടുള്ള പണ്ഡിതന്മാരുടെ നിരീക്ഷണത്തിന് അടിസ്ഥാനത്തിലുള്ള ഭരണക്രമം നടത്തുവാനുള്ള ശ്രമമാണ് നടത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭരണത്തെയാണ് ഒരു ഇസ്ലാമികമായ ആദ്യത്തെ ഒരു ശരിയായ മുസ്ലിം ഭരണകർത്താവ് എന്ന നിലയിൽ താരിഖ് ഫിറോസ് ഷാഹിയിൽ ഇദ്ദേഹം സിയാവുദ്ദീൻ ബാറാനി വിശദീകരിക്കുന്നത്. അത്രത്തോളം ഒരു സ്ഥാനം സിയാവുദ്ദീൻ ബാറാനി മുഹമ്മദ് തുഗ്ലക്കിന് കൊടുക്കുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം അന്നുണ്ടായിരുന്ന ഹിന്ദു സമൂഹത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സുതാര്യമായ ഇടപാടുകളായിരുന്നു എന്നാണ് പിന്നീട് ചരിത്രം അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത്. ഇതാണ് പൊതുവായി അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള ചില വിവാദപരമായ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്ന ആ ഒരു ചരിത്ര പുരുഷൻ, ഒരു ഭരണകർത്താവ്, പിന്നീട് അറിയപ്പെടുന്ന പഗലാത്തുർക്കെന്നോ അല്ലെങ്കിൽ വൈസസ്റ്റ് ഫൂൾ, അതിബുദ്ധിമാനായ വിഡ്ഢി എന്ന പദപ്രയോഗം എന്നതിൻ്റെ അപ്പുറം, അല്ലെങ്കിൽ ഒരു കളിയാക്കാൻ ഉപയോഗിക്കുന്ന തുഗ്ലക്കിയൻ റിഫോം, തുഗ്ലക്കിയൻ പരിഷ്കാരം എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം നൽകുന്ന ഒരു ഇമേജിനേക്കാളും അപ്പുറം ഇദ്ദേഹം ഒരുപാട് സേവനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് അതീതമായി ചിന്തിച്ച ഒരു ഇന്നോവേറ്ററും റിഫോമറും ഒരു ഭരണകർത്താവും അഡ്മിനിസ്ട്രേറ്ററും കൂടിയായിരുന്നു എന്നും കൂടെ ഒരു ചിത്രം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളെ നമ്മൾ അവലോകനം ചെയ്യേണ്ടത്. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഓരോ ഭരണ നിയമങ്ങളാണ്. അതിന് ടാക്സേഷനുമായി ബന്ധപ്പെട്ടതായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിഷയം. അദ്ദേഹം ഈ ഗംഗാ യമുന ഭാഗത്തുള്ള ദയോബ് എന്നായിരുന്നു അന്ന് വിളിക്കപ്പെടുന്നത്. ആ സ്ഥലത്തുള്ള ആ പ്രദേശത്തെ അവിടെയുള്ള വളരെ റിച്ചായ ആൾക്കാരിൽ നിന്ന് ടാക്സ് വാങ്ങുകയും അവർ റിച്ചല്ലാത്ത അത്രയും ദരിദ്രരായ കർഷകരായ ആൾക്കാരിൽ നിന്ന് ടാക്സ് വാങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിരുന്നു. കാരണം പിന്നീട് സംഭവിച്ചത് ഈ ഭാഗത്ത് തന്നെ അവിടെ ഒരു വരൾച്ച നേരിടുകയും ക്ഷാമം നേരിടുകയും അവരെ ആ ക്ഷാമം നേരിടുന്നതിൻ്റെ ഫലമായി, അതായത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇംപ്ലിമെൻ്റ് തുടങ്ങുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് വരൾച്ച നേരിടുന്നത്. വരൾച്ച നേരിടുന്നതോടുകൂടി ബാക്കിയുള്ളവരിൽ നിന്ന് അദ്ദേഹം ടാക്സ് കുറയ്ക്കുകയും ഇവന് ടാക്സ് കൂടുന്ന ഒരു നിയമമാണ് അദ്ദേഹം നടപ്പിലാക്കിയത്. ടാക്സ് വാങ്ങുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ ക്ഷാമം വരൾച്ചയും ഉണ്ടാവുകയും അവർക്ക് വേണ്ട തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റി ഇല്ലാതാവുകയും ചെയ്യുന്നതോടുകൂടി
അത് ആ ടാക്സിൽ വലിയൊരു പരാജയം, അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാടിൽ വലിയ പരാജയമാണ് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുഗ്ലക്കിൻ്റെ പരിഷ്കാരത്തിൽ വന്ന തെറ്റായിരുന്നില്ല, അത് അന്നത്തെ ഒരു കാലാവസ്ഥയുടെ ഭാഗമായി സംഭവിച്ചതായിരുന്നു. പക്ഷേ ഇതുപോലും ആ ടാക്സിൽ വന്ന അദ്ദേഹത്തിൻ്റെ തീരുമാനം അത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാക്കി മാറ്റുകയും അത് അവിടെ വന്ന കാലാവസ്ഥ വ്യതിയാനത്തെയും പ്രശ്നങ്ങളെയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം ആണ് പിന്നീടുള്ള ചരിത്രകാരന്മാർ ചെയ്തത് എന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലാൻഡ് റവന്യൂവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അദ്ദേഹം റവന്യൂവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും പക്ഷേ വേണ്ടത്ര തരത്തിൽ ഈ ടാക്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാതിരിക്കുകയും ചെയ്തതോടുകൂടി ആ തീരുമാനവും പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. ഇവിടെയൊക്കെയും നമ്മൾ നേരത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചരിത്രകാരന്മാർ ഇദ്ദേഹത്തിൻ്റെ ചരിത്രത്തെ ഇദ്ദേഹത്തിൽ വന്ന തെറ്റുകൾ മാത്രം രേഖപ്പെടുത്തുകയും ആ തെറ്റുകളിലൂടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഇമേജ് രൂപീകരിക്കുകയും ചെയ്യുക എന്ന സമീപനമാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ഒരു സംഭവങ്ങൾ ഉണ്ടായത് എന്ന തരത്തിലുള്ള അവലോകനങ്ങൾ ആ രചനകളിൽ ഉണ്ടായില്ല. നമുക്കറിയാമല്ലോ, അത് ഇബ്നു ബത്തൂത്തയാവട്ടെ അല്ലെങ്കിൽ അബ്ദുൽ മലിക് ഐസാമി ആവട്ടെ, താരിഖ് ഫിറോസ് ഷാഹിയുടെ ജിയാവുദ്ദീൻ ബാറാനി ആവട്ടെ, ഇവരെല്ലാം ഒരു ക്രോണിക്കിൾസ്, ചരിത്രങ്ങളുടെ നരേറ്റീവ്സ് മാത്രം ഉൾപ്പെടുത്തിയതാണ്. വിശദീകരണങ്ങളിലേക്ക് പോവാതെ അത് അവിടെ നടന്ന സംഭവങ്ങളുടെ ഒരു വിവരണം മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങളുടെ പിന്നാമ്പുറങ്ങളും കൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ചരിത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. മറ്റൊരു അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ വന്ന ഒരു പ്രശ്നം, ആ ഭാഗത്ത് അദ്ദേഹം വിശാലമായ ഒരുപാട് ഏക്കറുകൾ കിടക്കുന്ന ഭാഗത്ത് അദ്ദേഹം കൾട്ടിവേഷൻ തുടങ്ങാൻ ആരംഭിച്ചു. അന്ന് കർഷകരെയും അവിടുത്തെ ജനങ്ങളുടെയും അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൾട്ടിവേഷൻ വലിയ ഉപകാരം ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു. ഏകദേശം 70 ലക്ഷം അത്രത്തോളം മറ്റും 2 വർഷക്കാലം അദ്ദേഹം അതിന് ചെലവഴിക്കുകയും, എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയുടെ കുറവും കാരണം അതും പരാജയപ്പെടുകയുമായിരുന്നു ചെയ്തത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പം ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു വിഷയം. മൂന്നാമത്തേതാണ് അദ്ദേഹം അന്നത്തെ ഡൽഹിയിൽ നിന്ന് ക്യാപിറ്റൽ പിന്നീട് ദൗലത്താബാദ് എന്ന് പറയുന്നത് ദിയോഗർ എന്ന് പിന്നീട് അന്നറിയപ്പെട്ടിരുന്ന ഇദ്ദേഹം ദൗലത്താബാദ് എന്ന് പേര് മാറ്റിയ ആ സ്ഥലത്തേക്ക് ഡൽഹിയിൽ നിന്ന് തെക്ക് ഭാഗത്തേക്ക് അദ്ദേഹം സ്ഥാനം മാറ്റാനുള്ള ശ്രമം നടത്തിയത്. അതിനെ ഒരു പക്ഷേ ബാറാനിയും ഇബ്നു ബത്തൂത്തയും അതുപോലെ തന്നെ നിസാമിയും ഒരുപോലെ വിശദീകരിക്കുന്നത് കാണുവാൻ കഴിയും. ഈ 3 പേരും ആ ഒരു സമീപനത്തെ വളരെ കണിശമായി തന്നെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതിൽ ഒരു പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ക്യാപിറ്റലിനെ മാറ്റാനുള്ള ശ്രമം നടത്തിയത് എന്ന ഒരു വിശകലനം അർഹിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഡൽഹിയെ ക്യാപിറ്റൽ ആ ഭാഗത്തു നിന്നും ദൗലത്താബാദ് ഭാഗത്തേക്ക് മാറ്റുന്നതോടുകൂടി ഡൽഹിയുടെ ആ സ്ഥാനം കൂടുതൽ, അതായത് അന്ന് മുസ്ലിം ഭാഗത്ത് നിന്ന് നിരവധി ആക്രമണങ്ങൾ ഉണ്ടാവുക, മംഗോളുകളുടെ അറ്റാക്ക് ഉണ്ടാവുക, ഇത് സ്വാഭാവികമായ ഒരു സംഭവങ്ങളായിരുന്നു. ആ ഒരു സംഭവങ്ങൾക്ക് ഒരു അറുതി വരുത്തുക എന്നതും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അധികാരം കൊണ്ടുവരികയും തെക്കൻ ഭാഗങ്ങളിലേക്ക് എത്തുകയും അവിടെ തന്നെ അതിനെയും കൂടി തൻ്റെ അധികാര കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യവും കൂടി ഇദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ ഇംപ്ലിമെൻറ്റേഷൻ വളരെ പ്രോപ്പറായി നടപ്പിലാക്കുന്നതിൽ അപാകത വന്നു എന്നുള്ളതാണ്. ഈ ആശയം അന്നത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകർത്താവിൻ്റെ ഒരു എംപയർ ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം മുഴുവൻ ഭരണകൂടത്തെയും കുടുംബത്തെയും നാട്ടുകാരെയും കച്ചവടക്കാരെയും എല്ലാം ദൗലത്താബാദിലേക്ക് മാറ്റി താമസിക്കാൻ കൽപ്പിച്ചു എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത്. ഇത് അവിടെ എത്തുകയും ഈ വഴിയിൽ പല ആൾക്കാരും മരിച്ചു വീഴുകയും അവിടെ ചേർന്നതിന് ശേഷം വേണ്ടത്ര രീതിയിൽ അദ്ദേഹം ആ ചിന്തയെ പുനർവിചനം നടത്തുകയും തെറ്റായിപ്പോയി എന്നുള്ള തോന്നലുണ്ടാവുകയും തിരിച്ച് ഡൽഹിയിലേക്ക് വരുന്നതോടുകൂടി കുറേ പേർ അങ്ങനെ മരണമടയുകയും ചെയ്യുന്ന ഒരു സംഭവം കൂടി നമുക്ക് ചരിത്രത്തിൽ കാണാം. ഈ ഒരു യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര
ഇത് തുഗ്ലക്ക് ഭരണകൂടത്തിൻ്റെ ഖജനാവിൽ വലിയ ആഘാതമേൽപ്പിക്കുകയും അത് പിന്നീട് ദീർഘകാലം അദ്ദേഹം ആ ഒരു ശ്രമത്തിന് അത് സോൾവ് ചെയ്യുവാൻ ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ഇതാണ് ആ ഒരു വിഷയത്തിൽ വന്ന പ്രധാനപ്പെട്ട ഒരു കാരണം. നാലാമത്തെ പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം പുതിയ കറൻസികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ദീനാറ്, ദിർഹം, വെള്ളി, സ്വർണ്ണ നാണയങ്ങളിലുള്ള അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം പുതിയ കറൻസികൾ, കോപ്പർ കറൻസി അടക്കമുള്ള പുതിയ കറൻസികൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. ഇത് ഒരു സുപ്രഭാതത്തിലുണ്ടാക്കിയ തീരുമാനമായിരുന്നില്ല. കാരണം ചൈന അടക്കമുള്ള ഭാഗങ്ങളിൽ പേപ്പർ കൊണ്ട് ക്യാഷ് ഉണ്ടാക്കുന്ന, കറൻസി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുമ്പോൾ എന്തുകൊണ്ട് സ്വർണത്തെയും സിൽവറിനെയും സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് തന്നെ അത് പുതിയ ഇത് അടക്കമുള്ള പുതിയ കറൻസികൾ രൂപീകരിച്ചു കൂടാ എന്നുള്ള ചിന്തയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അത് ഉണ്ടാവുന്നതോടുകൂടി മാർക്കറ്റിൽ ഒരുപാട് ഫേക്ക് കറൻസികൾ രൂപപ്പെടുകയും അതോടുകൂടി അത് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ ഒരുപാട് പരാജയം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ തീരുമാനത്തെ പിൻവലിക്കുകയാണ് ചെയ്തത്. ഇതാണ് സാമ്പത്തിക വ്യവസ്ഥയിൽ അദ്ദേഹം സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ഒരു ഭരണവ്യവസ്ഥയിലും ചൈന അടക്കമുള്ള വിവിധ ഭാഗങ്ങളിൽ നടന്ന സാമ്പത്തിക വ്യവസ്ഥയിലെ മാറ്റങ്ങളെ തൻ്റെ നാട്ടിലേക്കും പറിച്ചു നടുവാനുള്ള ഒരു ശ്രമഫലമായി കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു നയത്തിലേക്ക് എത്തിയതും പിന്നീട് അത് ഫലിക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി, ദുരവ്യാപകമായ പ്രശ്നങ്ങൾ വരുന്നു എന്ന് കണ്ടതോടുകൂടി അദ്ദേഹം പിൻവലിക്കുകയും ചെയ്യുന്നത്. ഇതാണ് നാലാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിൽ മറ്റൊരു സുപ്രധാനമായ വിഷയമാണ് അദ്ദേഹത്തിൻ്റെ സിറ്റി രൂപീകരണം, നഗര രൂപീകരണം. അതായത് ദൗലത്താബാദ് അടക്കമുള്ള തുഗ്ലക്കാബാദ്, അദ്ദേഹത്തിൻ്റെ പിതാവിനാൽ രൂപീകരിക്കപ്പെട്ട തുഗ്ലക്കാബാദും ഡൽഹിയുടെ ചുറ്റുപാടും വിശാലമായി കിടക്കുന്ന ആ പ്രദേശങ്ങളും അതുപോലെ തന്നെ ദൗലത്താബാദും അടക്കമുള്ള ഭാഗവും കൂടെ സീരി, പിന്നീട് ഖിൽജികൾ ഭരിച്ചിരുന്ന സീരി എന്ന് പറയുന്ന ആ പ്രദേശവും എല്ലാം കൂടി ചേർത്തുകൊണ്ട് ജഹാൻപന എന്ന് പറയുന്ന ഒരു സിറ്റി രൂപീകരണത്തിന് അദ്ദേഹം തയ്യാറെടുക്കുന്നുണ്ട്. ആ സിറ്റി രൂപീകരണം അത് ഈ 3 വലിയ പ്രദേശങ്ങൾ ഉണ്ടാവുകയും അതൊരു സിംഗിളായ ഒരു ബൗണ്ടറിക്കുള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുഗൾ പോലെ അല്ലെങ്കിൽ വിദേശീയരായ മറ്റുള്ള ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ള ഒരു തീരുമാനവും കൂടി അദ്ദേഹം നടത്തിയിരുന്നു. പക്ഷേ നമുക്കറിയാം തുഗ്ലക്ക് ഫോർട്ട് പോലും അത് പണിയുന്ന സാഹചര്യത്തിൽ പോലും വെള്ളത്തിൻ്റെയും മറ്റും ദൗർലഭ്യം നേരിടുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് വിശാലമായ ഈ ഒരു സിംഗിൾ ഫോർട്ട് അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വാൾ അദ്ദേഹത്തിന് നിർമ്മിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ചരിത്രം പറയുന്നത്. എന്നാലും ഈ ഒരു മുഴുവൻ പ്രദേശങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഭരണസിരാ കേന്ദ്രങ്ങൾ, അത് നേരത്തെ പറഞ്ഞ പുരാന ദില്ലി, നമ്മളുടെ ഓൾഡ് ഡൽഹിയാണ്. അതുപോലെ തന്നെ ഈ തുഗ്ലക്കാബാദും സീരി പ്രദേശങ്ങളും ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ളതിലായിരുന്നു. ഏറെക്കുറെയൊക്കെ അദ്ദേഹം വിജയിച്ചിരുന്നുവെങ്കിൽ പോലും പിന്നീട് അതും അദ്ദേഹം പൂർണ്ണമായി നടപ്പിലാക്കാൻ പറ്റാത്തതുകൊണ്ട് ഒഴിവാക്കിയിരുന്നു എന്നുള്ള ഒരു ചരിത്രവും നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെയാണ് ഈ 4-5 സംഭവങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് തുഗ്ലക്ക് ചരിത്രത്തിൽ വിമർശിക്കപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ അത് അന്താരാഷ്ട്ര തലത്തിൽ അന്നത്തെ ഉള്ള വിവിധ മുസ്ലിം ഭരണകൂടങ്ങളിലും ചൈന അടക്കമുള്ള വലിയ സാമ്രാജ്യങ്ങളിലുമുള്ള മാറ്റങ്ങളെ തൻ്റെ നാട്ടിലേക്ക് പറിച്ചു നടുക, അവിടെ നിലനിർത്തുക, ഉണ്ടാക്കുക എന്നുള്ള ഒരു സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് പല റിഫോമും അദ്ദേഹം നടപ്പിലാക്കാൻ ശ്രമം നടത്തിയത്. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഭരണകർത്താക്കളിലും, അതായത് മന്ത്രിമാരിലും അടക്കമുള്ള ഡിപ്ലോമാറ്റുകളിലും അദ്ദേഹത്തെ പോലെ ചിന്തിക്കുവാനും കഴിഞ്ഞില്ല എന്നതുപോലെ തന്നെ ഈ ഒരു തീരുമാനങ്ങളെ വളരെ ഫ്രൂട്ട്ഫുള്ളായി തന്നെ അപ്ലൈ ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചില ചരിത്ര പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അതുകൊണ്ടും കൂടിയാണ് ഈ നയങ്ങൾ പരാജയപ്പെട്ടതെന്നാണ് വിശദീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാൻഡ് കൾട്ടിവേഷൻ ആവട്ടെ, അതുപോലെ തന്നെ ടാക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, അതുപോലെ ഈ ബാക്കിയുള്ള സ്ഥലം മാറ്റങ്ങളുമാവട്ടെ, ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു പരിശ്രമങ്ങളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇങ്ങനെ ഈ റിഫോമിൽ പോലും ഈ 25-26 വർഷം
സംഘർഷഭരിതമായ കാലഘട്ടത്തിൽ പോലും വളരെ ആ ഒരു കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് ഭരണം നടപ്പിലാക്കാനുള്ള ശ്രമം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നടത്തിയതിൻ്റെ ഫലമാണ് നമ്മൾ പിന്നീട് ചരിത്രത്തിൽ വളരെ വക്രീകരിക്കപ്പെട്ട സംഭവങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ മുഹമ്മദ് തുഗ്ലക്കിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്ന വ്യക്തിത്വത്തെക്കുറിച്ചുള്ള നല്ല ധാരണയും കൂടി ഉണ്ടായാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ പരിഷ്കാരങ്ങൾ ഏത് തരത്തിലാണ് അദ്ദേഹം ചിന്തിച്ചതെന്നും പിന്നീടത് എങ്ങനെ വന്നുവെന്നും പിന്നീടത് തുഗ്ലക്കൻ ഭരണ കാലഘട്ടത്തെ മണ്ടത്തരങ്ങളുടെ കാലഘട്ടം എന്ന രീതിയിൽ വിശദീകരിക്കുവാൻ ആൾക്കാരെ പ്രേരിപ്പിച്ചത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.